അയ്യോ, ഇത് പൊട്ടിപ്പോയല്ലോ. ഐ ആം റിയലി സോറി. ഞാൻ കണ്ടില്ലായിരുന്നു, പെട്ടെന്ന് വന്നപ്പം അറിയാണ്ട് പറ്റിപ്പോയതാ. അറിയാതെയോ? മോത്ത് എന്തിനാ പെങ്കൊച്ചു പിന്നെ കണ്ണുണ്ടാക്കി വെച്ചിരിക്കുന്നത്? നോക്കി നന്നൂടെ? എന്റെ 1500 രൂപ കിടക്കുന്ന കടപ്പ് കണ്ടില്ലേ? ആർക്കായാലും ഒരു അബദ്ധം പറ്റൂല ചേട്ടാ. പിന്നെ കണ്ണ് ഉണ്ടാക്കി വെച്ചതല്ലോ, ഉണ്ടായി വന്നതല്ലേ. അതെ, എന്തിനാടാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആ കുട്ടിക്ക് അറിയാണ്ടൊരു അബദ്ധം പറ്റിയതല്ലേ, നീ ക്ഷമിച്ചു കളാ. ചേട്ടന് കാര്യം മനസ്സിലായി. അല്ലെങ്കിലും നല്ല മനസ്സിലുള്ളവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. കുട്ടിയുടെ ഒരു കാര്യം, അല്ലെങ്കിലും എന്നെ പോലുള്ള സത്യസന്ധന്മാരെ എവിടെ കിട്ടും? സത്യസന്ധൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്റെ 1500 രൂപ. 1500 എന്ന് പറഞ്ഞ് താൻ കിടന്ന് കുറയ്ക്കണ്ട. തന്റെ പൈസ ഞാൻ തരാം. നോ, സമ്മതിക്കാൻ മാട്ടെ. കുട്ടിക്ക് വിരോധമില്ലെങ്കില് തന്റെ നമ്പർ. അല്ല, കുട്ടി പൈസ തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇവന്റെ കാര്യം ഞാൻ സെറ്റാക്കിക്കോളാം. ഓ റിയലി? താങ്ക് യു സോ മച്ച് ചേട്ടാ. ബൈ ദ വേ, എന്റെ പേര് ദക്ഷ. സ്നേഹമുള്ളവരെന്നെ ലക്ഷ്യം വിളിക്കും. അപ്പോ സ്നേഹം ഇല്ലാത്തവരോ? അപ്പൊ ചേട്ടാ, ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ലെങ്കില് ഞാൻ പൊക്കോട്ടെ. എന്റെ ബ്രദർ എന്നെ വിളിക്കുന്നുണ്ട്. ഓ, അതിനെന്താ, വെച്ചു പൊക്കോളൂ. ഓക്കെ ചേട്ടാ, ബൈ. പിന്നെ കാണാട്ടോ. പോട്ടടാ കൊരങ്ങ. ഈ കുട്ടിയുടെ ഒരു കാര്യം. അപ്പൊ വർഷ അവളെ വിട്ടോ? നോ, നെവർ. എന്റെ ആദ്യത്തെ വഴിത്തെരുവിനെ ഞാൻ അങ്ങനെ വിട്ടുകളയോ? എന്താണ് ഇങ്ങനെ നോക്കുന്നത്? ആ കണ്ണെടുത്തുള്ളിലോട്ട് വെക്ക്. ഇല്ലെങ്കിലേ ആരെങ്കിലും കോഴി മുട്ടിയെന്ന് വിചാരിച്ച് ബുൾസ എടുത്തടിക്കും. എന്നാൽ എന്റെ അളിയാ, നീ ഇത്രയും കാലം ഇത് എവിടെയായിരുന്നു? ഉണ്ണിയെ പരിചയപ്പെടാൻ നാം വൈകിപ്പോയി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നാണല്ലോ. എന്നാലും ഇത് കുറച്ച് കൂടിപ്പോയില്ലേ സമയം? വരാൻ വൈകിയ സമയം. അല്ല, ആദ്യം പറഞ്ഞില്ലേ രണ്ടാമതും പറഞ്ഞത്? എന്നാലും എന്റെ അളിയാ. എന്താളിയാ? ഒന്നുമില്ല അളിയാ. ആ കാലെവിടെ? ഞാനൊന്ന് നമസ്കരിക്കട്ടെ. അതിന്റെ ഒന്നും ആവശ്യമില്ല അളിയാ. പക്ഷേ എന്റെ രണ്ടാമത്തെ വഴിത്തെരുവിനെ കണ്ടു കൊതി തീരും മുന്നേ എന്നെ 16 അടിയിൽ നിന്ന് വാങ്ങുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെന്താ അങ്ങനെ? അതെന്താണെന്ന് നിനക്ക് അറിയണോ? അല്ല, അറിഞ്ഞൂന്ന് വെച്ച് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എടാ തെണ്ടി, നിന്നെ ഞാൻ കൊല്ലൂടാ. അയ്യോ, എന്റെ കഴുത്ത്. എടാ വിടടാ, എടാ വിട്. അയ്യോ, അവളെ പിടിക്കില്ലേ, പിടിക്കില്ലേ. മിണ്ടരുത് നീ. എന്റെ സാധനം നശിപ്പിച്ചിട്ട് അവള് പൈസ തരാന്ന് പറഞ്ഞപ്പോ അവൻ വേണ്ടെന്ന്. അല്ലടാ മോയിന്താണ്ടി തലയാ. എടാ, അതാ പെണ്ണിന്റെ മുന്നിൽ എന്റെ വില പോവാതിരിക്കാൻ പറഞ്ഞതല്ലേ. നിന്റെ ഒടുക്കലത്തെ ഇളക്കം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇതിങ്ങനെ വരത്തുള്ളന്ന്. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്തായി താഴെ കിടന്ന് ചെയ്യുന്നേ? അത് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഭൂമി നമസ്കാരം ചെയ്തതാ. ഈ ഉച്ചയ്ക്കോ? ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. എപ്പോ വേണമെങ്കിലും ചെയ്യും, അല്ലേടാ? അയ്യോ എന്റെ ദൈവമേ, എനിക്കിനി ചിരിക്കാൻ പോയി. നീ എന്തിനാടാ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നേ? വല്ല ചിരി മത്സരത്തിന് പോലുണ്ടോ? ഇങ്ങനെ ചിരിച്ചാലേ മത്സരത്തിനായിരിക്കില്ല, പ്രാന്താശുപത്രിയിലേക്കായിരിക്കും കൊണ്ടുപോണ്ടി വരിക. ആഹാ, വന്നോ പാചകവും ഗോപാലനും? പക്കരമിടുള്ളപ്പോൾ ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ആളിയാ, പരിചയപ്പെടുത്താൻ മറന്നു. തീർച്ചയായും പരിചയപ്പെടേണ്ട 2 കഥാപാത്രങ്ങളാണ്.
ഇതാനന്ദു. ഇത് വെയിറ്റ്, എന്നെ പരിചയപ്പെടുത്താനേ എനിക്കറിയാം. ഹായ് ജിതു, ഐ എം നീരജ്. मुझ पे सुरूर है, असर तेरा ये जरूर है, तेरी नजर का कसूर है, आता से तू क्यों दूर है, ये इश्क का जो फितूर है. ഹലോ. അല്ല, ഇവരൊക്കെ ആരാ? ആ അതൊന്നും പറയാത്ത നല്ലത്. എൻ്റെ വകയിലെ രണ്ടടുത്ത ബന്ധുക്കളാ. ചെറുതായിട്ട് അച്ഛൻ്റെ ചേട്ടൻ മക്കൾ. ഒരു 2-3 മാസം മുമ്പുള്ള ചേട്ടൻ തെണ്ടികൾ. വെരി നൈസ്. എൻ്റെ വീതി. ഞങ്ങളോട് ചെയ്ത ചാത്തി. ആ മതി മതി, ബാക്കി പോയട്ടളിയാ. വർഷേ പോവല്ലേടി പ്ലീസ്. ജിത്തു കളിക്കല്ലേ, മാറിക്കേ. എന്താ മക്കളെ ഇവിടെ പ്രശ്നം? എന്താ വരാത്തേന്ന് ആലോചിക്കുമായിരുന്നു. എവിടെ കപ്പിൾസ് അടി ഉണ്ടാക്കിയാലും ഇതുപോലൊരു ചേച്ചി കയറി വരും. അങ്ങനെ കയറി വന്ന ടൈം എല്ലാം വഴിത്തിരിവുണ്ടായിട്ടുണ്ടാകും. എനിക്ക് ഉണ്ടായാ മതിയായിരുന്നു. അതൊന്നുമില്ല ചേച്ചി. ഒന്നുമില്ലെന്നും. എന്റെ ചേച്ചി, ചെറിയൊരു സൗന്ദര്യപ്പിണക്കത്തിന്റെ പേരില് ഇവൾ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് തെറ്റല്ലേ? മോളെ, ജീവിതമല്ലേ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. എന്തുണ്ടായാലും പറഞ്ഞു തീർക്കാലോ. ചേച്ചി ഇതെന്താ ഒന്ന് മാറിക്കേ. ഇത് നമ്മുടെ പൊട്ടക്കെങ്കിലും കൊണ്ടുവരികയെ. ഈ കൊച്ചിനുള്ള ഭ്രാന്താണോ? ഞാൻ പോയേ. ഞാനും താനും ഒരു ബന്ധമില്ല. എനിക്ക് തന്നെ അറിയ പോലും ഇല്ല. അല്ല പിന്നെ. അയ്യോ പോവല്ലേ. അമ്മേ, തന്നെ വേണം. നോക്കി നിൽക്കാവുന്ന പിടിച്ചെഴുന്നേപ്പിക്കടോ എന്നെ. ഐ എം റിയലി സോറി. എന്നെ പരിചയമില്ലാത്തവരെ സഹായിക്കാനേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓ, ഈ കാലമോടെ പിടിച്ചെഴുന്നേപ്പിക്കടോ എന്നെ നോക്കിക്കാതെ. വേണ്ടായിരുന്നു. വാ എണീക്ക്. അപ്പോ എങ്ങനെയാ നമ്മുടെ കാര്യത്തില്? നന്നാവാൻ തയ്യാറാണോ? പിന്നെ എന്നാ ഒന്ന് നോക്കി നോക്കാം. നീ അതേവരെ വിട്ടില്ലേ? പോടെ പട്ടി, എന്റെ 1500 രൂപ വെള്ളത്തിലായത്. വെള്ളത്തിലല്ലല്ലോ, കരയിലല്ലേ വീണത്. എവിടെ വീണാലെന്നാ എനിക്കല്ലേ നഷ്ടമായത്. നീ എന്തിനാണ് എന്നെ ആട്ടുന്നേ? അതിന് ഞാൻ എന്താ ചെയ്തേ? എന്തായാലും പോട്ടെ, സാരില്ല. നിനക്കങ്ങനെ പറയാം. നഷ്ടമേ എനിക്കാ. അതുകൊണ്ട് എനിക്ക് ആ നഷ്ടപരിഹാരം വേണം. അതിനെവിടെ കണ്ടാലും ഞാൻ എന്റെ 1500 രൂപ വാങ്ങിയിരിക്കും. ദേണ്ടടാ, പേടിയ വലിയ കാലിച്ചിട്ട്. എന്താണ് കാല് ചുറ്റിയേ? ഓ, ഈ പൊട്ടൻ എന്നെല്ലടാ, നേരെ നോക്ക്. ഇനി എന്തായാലും വേണ്ടില്ല, എനിക്ക് എന്നെ പൈസ കിട്ടിയേ തീരൂ. എങ്ങനെയാടാ ഇത്രയും തങ്കക്കൂടം പോലത്തെ കൊച്ചിനെ എന്ന് ചോദിക്കുക? നിന്റേത് നീ തരാന്ന് പറഞ്ഞിട്ട് 1500 രൂപ വില കൊണുവേ നീ തന്നോ? ആ പിന്നെ നിന്റെ ഉണക്ക ഗിഫ്റ്റ് ഞാനിപ്പോ തരുവല്ലേ. ഹായ് ചേട്ടാ, എന്റെ ഓർമ്മയുണ്ടോ? അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റിയ ഒരു പിടി അല്ലല്ലോ ഇത്. എന്താ? അതൊന്നുമില്ല, എന്താ ഇവിടെയെന്ന് ചോദിച്ചതാ. അത് പിന്നെ ഞാൻ ഒരു മിനിറ്റ്, നമ്മളെന്നാ
ആദ്യം കണ്ടപ്പം താനൊരു സാധനം പഠിച്ചില്ലേ, ആ അതിന്റെ പൈസ എനിക്ക് തരണേ. അത് ഞാൻ എന്റെ ഗേൾഫ്രണ്ടിന് വേണ്ടി മേടിച്ചതായിരുന്നു. അല്ല, അത് ഈ ചേട്ടൻ തരാന്നല്ലേ പറഞ്ഞേ? ആ ഇതിന് നമ്പിയ ഈ അടുത്ത കാലത്തൊന്നും എനിക്കത് കിട്ടില്ല. എന്റെ കയ്യില് ക്യാഷ് ആയിട്ടില്ല, ഞാൻ ജിപേ ചെയ്യാം. ഓക്കെ, അന്ന് ഞാൻ എന്റെ നമ്പർ തരാം. 7340160012. ഇതെന്തോന്നു റോക്കറ്റോ? അല്ല, ഇത് എന്റെ നമ്പർ അല്ലല്ലോ, നിന്റെ അല്ലേ? എന്റേതായാലും എന്താ, നിനക്ക് ഞാൻ അയച്ചു തരൂലോ? പാർട്ടി സമ്മതിക്കൂല. ഓക്കെ ഏട്ടാ, എന്നാ ഞാൻ പോട്ടെ. ബൈ ബൈ, പിന്നെ കാണാം. ഓക്കെ ലച്ചു, ബൈ, പിന്നെ കാണാം. തീർച്ചയായും കാണണം. ഒരവസരം തരാൻ പാടില്ല കേട്ടോ. എനിക്ക് വല്ലപ്പോഴും കിട്ടുന്ന അവസരം എങ്ങനെയാ നിനക്ക് തരുക? നിനക്ക് വല്ലപ്പോഴും അല്ലേ? ആ, ആഴ്ചയില് 2 ദിവസം വല്ലപ്പോഴും. മോനെ, തൽക്കാലം ഇവിടെ ഇരിക്കേ. വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോ വല്ല ഞണ്ണുണ്ടേ, അതിന് വല്ലതും മേടിക്കണം. ഞാൻ പോയി മേടിച്ചിട്ട് വരാം. പിന്നെ എന്റെ പൊന്നു പോലെ കൊണ്ടാടുന്ന ഫോണ് ഒന്ന് സൂക്ഷിച്ചേക്കണേ, നിലത്ത് വെച്ചേക്കല്ലേ. ഓഫ്, അവന്റെ ഒരു ഉണക്ക ഫോൺ. എന്റെ തന്ത മേടിച്ചു തന്നെയല്ലേ, നിലത്ത് വെക്കരുത് പോലും. അവിടെ ഇരിക്കും. എന്തുവാടേ, നീ സാധനം മേടിക്കാനാണോ അതോ ഉണ്ടാക്കാനാണോ പോയേ? അല്ലടാ, കുഴിച്ചെടുക്കാൻ പോയതാ. എന്റെ ഫോൺ ഇങ്ങതാ. എന്നാ ഞാൻ എന്റെ ഫോൺ എവിടെയെന്നാ ചോദിച്ചത്. അതല്ലേ ഇത്. ഇതാണോടാ എന്റെ ഫോൺ? സത്യം പറഞ്ഞു, ചെറിയച്ഛൻ ആ ഫോൺ എനിക്ക് തന്നപ്പത്തട്ടെ നീ അതിന് കണ്ണു വെക്കാൻ തുടങ്ങിയതാ. നിന്റെ കൈ കിട്ടിയവരെ അത് കൊണ്ടുപോയി വിറ്റ് കാശാക്കി നീ. അയ്യടാ, നിന്റെ പാട്ട ഫോൺ വിട്ടിട്ട് വേണല്ലോ എനിക്ക് ജീവിക്കാൻ. യു കോളിംഗ് മൈ ഫോൺ? പറടാ, കല്ലവലാതി സാംസങ് S24 ഞാനോടാ നീ അങ്ങനെ വിളിക്കുന്നത്? നിന്റെ കയ്യിൽ കിട്ടിയപ്പോ തന്നെ അതിനെന്നേ വില ഇടിഞ്ഞു. ഈടാ അല്ലവലാതി, കൊണ്ട് കളഞ്ഞത് പോരാഞ്ഞിട്ട് എന്നെ കുറ്റം പറഞ്ഞു. മര്യാദക്ക് തപ്പാൻ പാടാ. എന്താടാ അവിടെ ഒരു സൗണ്ട് കേട്ടെ? ആ, വാ നമുക്കവിടെ പോയി നോക്കാം. എന്താ കുട്ടി പറ്റിയത്? എന്റെ ഫോണില് കോക്കാച്ചി കേറി. കോക്കാച്ചിയോ? എവിടെ? ദേ, ഇത് നോക്കി പറഞ്ഞതാ. ദേണ്ടടാ, എന്റെ ഫോൺ കിട്ടി. ദേ, കോക്കാച്ചി മുന്നില്. മോനെ, മനസ്സ് മറ്റേതിലോട്ട് പറ്റി. വെയിറ്റ്, അത് മൂന്നാമത്തെ വഴിത്തിരിവാണെന്ന് മാത്രം പറയരുത്. பக்க 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 மனம் கல்லாடுச்சே, புள்ள சித்தாடுச்சே.